പാർത്ഥജി, ഈ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് അണികളും അതോടൊപ്പം തന്നെ CPM അണികളും തമ്മിൽ വാക്പോര് നടക്കുന്നുണ്ട്. അത് സ്വാഭാവികമായി രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നമുക്ക് കരുതാം. പക്ഷേ പല സ്ത്രീകളുടെയും ചിത്രങ്ങൾ ഉപയോഗിച്ച് CPMകാർ പ്രചരിപ്പിക്കുന്നു ഇത് ഇരയായ ആളുകളാണ്. പല MLA മാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോട്ടോകൾ വരെ വന്നു എന്നാണ് ഇന്ന് മനോരമ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും CPM, അതായത് ഒരു തെറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കുന്ന ഒരിക്കലും നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഭൂഷണമായ കാര്യമാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അനുഭവിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? തീർച്ചയായിട്ടും അല്ല. മാത്രമല്ല, നമ്മൾ ഇവിടെ കാണേണ്ട കാര്യം കേരളത്തിൽ CPMന് മാത്രം സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു നിലപാട് പറയുകയും ആ നിലപാടുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് CPM. അതിനെ ന്യായീകരിക്കാൻ എന്താണ് CPMന്റെ സൈബറായിട്ടുള്ള ആളുകളായാലും, അതായത് സൈബർ സഖാക്കൾ എന്നൊക്കെ നമ്മൾ പറയില്ലോ, സൈബർ പോരാളികൾ. അപ്പോൾ അവരായാലും ഇനി പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലെ ആളുകളായാലും അവരൊക്കെ തന്നെ അതിനെ അങ്ങേയറ്റം വന്ന് ന്യായീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം കാണുന്നത്. കുറച്ച് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് പാർട്ടി ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന, വിമർശിക്കുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ പാർട്ടി കൃത്യമായി തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ CPM കൃത്യമായി തെറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും അതിനെ ന്യായീകരിക്കുന്ന ആളുകളാണ് അവരുടെ സംഘടനയിൽ കൂടുതലുള്ളത് എന്നാണ്. അത് എത്രയോ വലിയ അപകടത്തിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അതൊന്നും സംശയം എനിക്കും ഉണ്ടാവില്ല, നിരഞ്ജിക്കും ഉണ്ടാവില്ല. ഇപ്പം ഈ ഒരു വിഷയം തന്നെ എടുത്ത് പരിശോധിച്ചു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് എന്ന് പറയുന്നത് ഈ ചേർത്ത വിഷയങ്ങൾ, അതായത് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ നിലനിൽക്കും എന്നത് കൃത്യമായി നമ്മൾ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ FIR വളരെ വീക്കാണ്. വളരെ വീക്കായിട്ടുള്ള FIR ആണ് ഇട്ടത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റേപ്പ് കേസാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താണ് ചുമത്തിയിട്ടുള്ളത്. അല്ല, ഇവിടെ ആ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരേ സമയം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ഒരു സമീപനം നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതാണല്ലോ ഞാൻ പറയുന്നത്. ഒരേ സമയം ഇരയോടൊപ്പം നിൽക്കുകയും ഒരേ സമയം വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന സമീപനം നിലവിലും CPMന്റെ അകത്തുണ്ടല്ലോ. കാര്യം കഴിഞ്ഞ ദിവസമല്ലേ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിട്ടുള്ള EP ജയരാജനോടും MV ഗോവിന്ദൻ മാഷോടും ഒക്കെ ചോദിച്ചത്. EP ജയരാജനോട് ചോദിച്ചത് ഈ മുകേഷ് MLAയുമായി ബന്ധപ്പെട്ട കാര്യം, ബലാത്സംഗ കേസിന്റെ കാര്യം ചോദിച്ചപ്പോൾ മുകേഷ് പറഞ്ഞു അത് സിനിമ അല്ല, EP ജയരാജൻ പറഞ്ഞത് അത് സിനിമാ ലോകമാണ്, സിനിമയാണ്, അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. സിനിമയിൽ ഇത് അനുഭവിച്ചു കൊടുക്കുന്നല്ലോ. അതാണ് അതിന് ആലോചിക്കണം. ഇതാണ് നിലപാട്. സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ സൈബർ സഖാക്കളൊക്കെ വലിയ വായിൽ വർത്തമാനം പറയും. പക്ഷെ ഇവരുടെ നേതാക്കന്മാരുടെ നിലപാട് ഇതാണ്. ശിവൻകുട്ടിയോട് ചോദിച്ചു, ശിവൻകുട്ടി ഒന്ന് ആഞ്ഞു തള്ളി വരികയായിരുന്നു. ആ സമയത്താണ് ചോദിച്ചത് ഇതേപോലുള്ള കേസായിരുന്നല്ലോ ആരുടേത്, മുകേഷിൻ്റെത്. അപ്പം അത് ഈ പറയുന്ന പോലെ എന്താ പിണറായി വിജയന്റെ പോലീസ് SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ബ്രൂട്ടലായിട്ടുള്ള ബലാത്സംഗമാണെന്ന് കണ്ടെത്തി കുറ്റപത്രവും കൊടുത്തു കോടതിയിൽ, അല്ലെ? ആ സ്ത്രീ മാധ്യമങ്ങളുടെ മുമ്പാകെ വന്ന് വെളിപ്പെടുത്തിയത്, ഇരയാക്കപ്പെട്ട സ്ത്രീ പേര് വെളിപ്പെടുത്തി. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ വന്നപ്പം അതെന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പം ശിവൻകുട്ടി പറഞ്ഞ കാര്യം എന്താ, അതിനെപ്പറ്റി അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ലെന്ന്. ലോകത്ത് നടക്കുന്ന എല്ലാത്തിന്റെ വിശദാംശങ്ങൾ ശിവൻകുട്ടിക്ക് അറിയാം, പക്ഷെ മുകേഷിന്റെ കാര്യത്തിലുള്ള മാത്രം വിശദാംശം അറിയില്ല. അല്ല, മറ്റൊരാൾ ഇപ്പൊ മന്ത്രിസഭയിലുണ്ട്, ഗണേഷ് കുമാറും മന്ത്രിസഭയിലുണ്ട്. വേറൊരാളുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ആലോചിക്കണം. പിന്നെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പാർട്ടി നടപടിയെടുത്ത് മാറ്റി നിർത്തിയാൽ ഗോപി കോട്ടമുറിക്കലുണ്ട് നേതാവ് ഉണ്ടായിരുന്നു, അറിയാം, എനിക്ക് അറിയാവുന്ന എറണാകുളത്ത്. അപ്പൊ ഇത് കണക്കുകൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ KTDC ചെയർമാൻ PK ശശി ഇപ്പം അവരും തമ്മിൽ കുറച്ച് പ്രശ്നത്തിലാണ്. KTDCയുടെ ചെയർമാനാണ്. അതെ, അത് മാറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത് അത്തരം കേസുകളിൽ പോലും ഒരു പ്രശ്നവുമില്ലാതെ ന്യായീകരിക്കുന്ന ആളുകളായിട്ട് ഇവർ മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ വിഷയം എന്താ? ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് KK രമ എന്ന് പറയുന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യയെ 51 വെട്ടി അദ്ദേഹത്തെ എന്താണ് അറഞ്ചം എന്താ പറയുക, നമ്മള് അങ്ങനെ പറയും, നമ്മള് വാഴയൊക്കെ വെട്ടുന്ന വിധത്തിൽ വെട്ടുക എന്ന് പറയും. അത്രയും ക്രൂരന്മാരായ ആളുകൾക്ക് മാത്രമേ അങ്ങനെ വെട്ടാൻ കഴിയുള്ളൂ. അപ്പം അതിന് വെട്ടിയ ആളുകളെ ഞാൻ ഇപ്പൊ കുറ്റം പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ, വെട്ടിച്ചവർ ഇപ്പോഴും പുറത്താണ്. അവര് ഈ പറയുന്ന പോലെ കൊട്ടേഷൻ നടപ്പിലാക്കിയ ആളുകളാ. പക്ഷെ അത്രയും ക്രൂരമായി ആ കൊട്ടേഷൻ നടപ്പിലാക്കാൻ അവരോട് പറഞ്ഞു ഏൽപ്പിച്ചത് ആരാണ്?
അതിവിടെയുള്ള പല ആളുകളാണ്, അവരിപ്പോഴും പുറത്താണ്. ഉന്നതർ അതിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്കുണ്ട്. അവരെ രക്ഷപ്പെടുത്തിയ കാര്യത്തിൽ പല UDF നേതാക്കന്മാർ തന്നെ ആ കാര്യത്തിൽ എന്തുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്തോ ആരോപണങ്ങളാണ്, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്നത് എന്താണ്, ഈ TP ചന്ദ്രശേഖരനെ വെട്ടി പിന്നെ അത്രയും ക്രൂരമായി കൊന്ന് ആ സങ്കടം അനുഭവിച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് ആ ചോരയിൽ നിന്നും കണ്ണീരിൽ നിന്നും തളർന്നു പോകാതെ ആ ഒരു എന്താണ് നിലപാട് ഉയർത്തിപ്പിടിച്ച് വടകരയിൽ മത്സരിച്ച് വടകരയിൽ CPM-നെ പരാജയപ്പെടുത്തി. വടകര എന്ന് പറഞ്ഞ CPM-ന്റെ കോട്ടയാണ്, ആലോചിക്കണം. അതെ, പൊന്നാപുരം കോട്ടയാണ്. ആ പൊന്നാപുരം കോട്ടയിൽ CPM-നെ പരാജയപ്പെടുത്തി MLA ആളാണ് KK രമ എന്ന് പറയുന്നത്. എന്നിട്ട് DYFI-യുടെ ഒരു നേതാവ്, അത് DYFI-യുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി എന്നോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു ലോക്കൽ കമ്മിറ്റി CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ആള് എന്നത് മാത്രമല്ല സിനി ജോയിയുടെ ഒരു എന്താണ് വ്യക്തിപരമായ പ്രാധാന്യം. എന്താ, അവർ അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് എഴുതുന്ന ആളാണ്. അതുകൊണ്ടുമാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അവരെഴുതിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരയെ വെളിപ്പെടുത്തുന്നതിൽ പ്രശ്നമുണ്ട്, എങ്കിലും ഞാൻ വെളിപ്പെടുത്തുകയാണ്. 60 വയസ്സുള്ള KK രമയാണ് ഇര എന്നാണ് പറഞ്ഞത്. നാണമുണ്ടോ മാർക്ക്? നാണമുണ്ടോ? ഈ സ്ത്രീപക്ഷം, അത് ഒരു മറുഭാഗത്ത് നിന്ന് CPM-ന്റെ സൈബർ സഖാക്കളൊക്കെ ക്ലാസ് എടുക്കുക സ്ത്രീപക്ഷത്തിന്. ഞാൻ ആലോചിച്ചത് മുകേഷിന്റെ കാര്യം വന്ന സമയത്ത് ഇവരൊക്കെ മാളത്തിൽ വിളിച്ചിരുന്നു. ഇവർക്ക് ആ നിലപാടില്ലായിരുന്നു, സ്ത്രീപക്ഷം ഇല്ല, ഒരു കാര്യമില്ല, ഒന്നുമില്ല. പക്ഷെ ദിലീപിന്റെ കാര്യം വരുമ്പോൾ ഇവരൊക്കെ മാളത്തിൽ നിന്ന് പുറത്തിയാടും. ദിലീപിന്റെ കാര്യം വരുമ്പോൾ ഇവരൊക്കെ മാളത്തിൽ നിന്ന് പുറത്തിയാടിയിട്ട് എന്താക്കും, വലിയ ക്ലാസ് എടുക്കും, പുരോഗമനത്തിന്റെ ക്ലാസ് എടുക്കും, മറ്റു സ്ത്രീപക്ഷ നിലപാടെടുക്കും. പക്ഷെ ഇവരുടെ നേതാക്കന്മാർ ആരെയെങ്കിലും പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇവർ എന്ത് ചെയ്യും, കോട്ട കെട്ടി പ്രതിഷേധിക്കും. അല്ലെങ്കിൽ എന്നിപ്പോ നമ്മളിപ്പോ ഒരു സൈബർ സഖാവിനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മളൊരു എതിരഭിപ്രായം ഇട്ടു, നമ്മളൊരു വിയോജിപ്പിട്ട് കഴിഞ്ഞാൽ ഒരു മറുപടിയും പറയാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ പൂരത്തെറി. അതാണ് ഇവരുടെ പ്രശ്നം, പൂരത്തെറി വിളിക്കും നമ്മളെ. നമുക്ക് ശക്തമായ രീതിയിൽ വിയോജിക്കാനുള്ള അഭിപ്രായം വിയോജിക്കാം അല്ല, അവകാശമുണ്ടല്ലോ. പക്ഷെ അങ്ങനെ വിയോജിക്കുന്ന ആളുകളോട് വ്യക്തമായ മറുപടി ഇല്ലാതെ തല്ലും, കൊല്ലും, വെട്ടും, വെല്ലുവിളി. അപ്പോഴാണ് ആകാശ് തില്ലങ്കേരി ഇറങ്ങുന്നത്. സത്യമാണ്, ആകാശ് തില്ലങ്കേരിമാരൊക്കെ ഇറങ്ങുന്നത് അങ്ങനെയാണ്. ഞാൻ പറയുന്നത്, ഇപ്പൊ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവൻ ആർഷോയെ കൈകാര്യം ചെയ്തു. പ്രശാന്ത് ശിവന് എന്ത് ചെയ്യാൻ പറ്റി? ഒന്നും ചെയ്യാൻ പറ്റുമോ? ഇനി പ്രശാന്ത് ശിവന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം BJP-യുടെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹത്തെ തൊട്ട് കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം പ്രശ്നമാവും, ഇന്ത്യയിൽ മൊത്തം CPM-ന് അടി കിട്ടും. ഇന്ത്യയിൽ, കാരണം കേരളത്തിലെ സൈബർ സഖാക്കൾ വെല്ലുവിളിക്കുന്നവരല്ലല്ലോ കാര്യങ്ങൾ. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് CPM-ന്റെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് മുഖ്യമന്ത്രിക്ക് പക്ഷേ പോകാൻ പറ്റിയിരിക്കും, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അല്ല, അതിൽ ഞാൻ ഒരു കാര്യം ഓർക്കുക, ഡൽഹിയിലെ കാര്യം പറഞ്ഞു. അതായത് 1998-ലോ 99-ലാണ് എനിക്ക് ഓർമ്മയില്ല, ജയകൃഷ്ണ മാഷ കൊന്ന സമയത്ത്. ജയകൃഷ്ണ മാഷ മരിച്ചെന്ന് ഉറപ്പൊന്ന് അരമണിക്കൂറിനകം അക്രമം നടക്കുന്നത് AKG സെന്ററിന് നേരെ ഡൽഹിയിലെ. അന്നത്തെ പാർട്ടി ജനറൽ സെക്രട്ടറി കോൺഗ്രസ്സുകാരോടെ പറയാം, ഞങ്ങൾക്ക് സംരക്ഷണം വേണം. അന്ന് കേരളം ഭരണത്തിന്റെ സ്വാധീനം പോലും കോൺഗ്രസ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് AKG സെന്റർ സംരക്ഷിച്ച് നിർത്തിയത്. എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ അല്ല, അതാണ് നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം. അതിനേക്കാൾ ഒന്നുമില്ല. അപ്പൊ അതാണ് അതിന്റെ അവസ്ഥ. അപ്പം ഇവിടുത്തെ സൈബർ സഖാക്കൾ ഇങ്ങനെ പൊട്ടിച്ചാൽ മതി, അടി കിട്ടുന്ന നേതാക്കന്മാർക്കാണല്ലോ. അതാണ് ഇതിന്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഒരുപാട്, ഇപ്പം നിതിനൊക്കെ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്, KK സെന്ററുമായിട്ടൊക്കെ അവിടെയൊക്കെ പോയി നിന്ന് ആൾ പരിചയമുള്ള ആളും കൂടിയാണല്ലോ. അപ്പം ഈ എന്താ ആ ചുറ്റുവട്ടത്ത് ഒരു 10 CPM നമുക്ക് പുറത്ത് കാണാൻ, അതാണ് ഇവിടുന്ന് പോകുന്ന ആൾക്കാരല്ലേ പോളിറ്റ് ബ്യൂറോ. അതെ, പണ്ട് ബംഗാളിലെ ആളുകളാണ്, ഇപ്പൊ അതുമില്ല. കാരണം ഇപ്പൊ പാർട്ടി അങ്ങ് തീരുമാനിക്കുക, ഒരു BJP-നെ ന്യായീകരിക്കുക, അക്രമത്തെ ന്യായീകരിക്കല്ല. ഈ പ്രശാന്ത് ശിവന്റെ വിഷയം വന്ന സമയത്ത് രാഷ്ട്രീയപരമായി പ്രശാന്ത് ശിവനെ എതിർക്കാം, നേരിടാം, ഒരു വിഷയമല്ല. പക്ഷെ കായികപരമായി ആക്രമിക്കുന്ന, പ്രശാന്ത് ശിവൻ ആക്രമിച്ചതായാലും ശരി, തിരിച്ചിങ്ങോട്ടാകെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടെയാണ് ആകാശ് തില്ലങ്കേരിയെ പോലെ, അർജുൻ ആയങ്കിയെ പോലുള്ള ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്, ഞങ്ങളങ്ങ് തുനിഞ്ഞിറങ്ങിയാൽ നിങ്ങൾ ഉണ്ടാവില്ല. അത് നമുക്ക് ആരോടായാലും ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യമല്ലേ? അല്ല, അത് വളരെ ശരിയാണ്. കാരണം കയ്യൂക്കിന്റെ ബലത്തിൽ എന്തും ചെയ്യാന്നുള്ളതാണ്. നോക്കൂ, കണ്ണൂരിൽ മത്സരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ്, അയാള് പോലീസുകാരെ ബോംബെറിഞ്ഞ കേസിൽ കോടതി ശിക്ഷിച്ച ജയിലാണ്. എന്നിട്ട് കഴിഞ്ഞ ദിവസം DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞെന്താണെന്നറിയോ? പോലീസുകാരെ ബോംബെറിഞ്ഞ കേസിൽ അയാൾക്കെതിരെ ആരോപണമല്ലേ? അപ്പൊ നേതാക്കന്മാരല്ല, മാധ്യമപ്രവർത്തകർ ആരോപണമല്ല, കോടതി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി, കുറ്റവാളിയാണ്, ശിക്ഷിച്ചു. അത് ഈ കോടതി ഒന്നും അല്ലല്ലോ അവസാനത്തെ വിധി, ഇനിയും മുകളിലോട്ട് കോടതികളുണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. ചോദിക്കട്ടെ, മറ്റേതെങ്കിലും കേസുകളിൽ ഇവരിത് സമ്മതിച്ചു തരുമോ? ഇല്ല. ഏതെങ്കിലും കേസുകളിൽ ഇവരിത് അനുവദിക്കുമോ? ഇപ്പം ഇത്രയും ശുദ്ധമായി കേരളത്തിൽ നിയമം നടപ്പിലാക്കുന്ന ആളുകളല്ലേ പോലീസുകാർ. ആ പോലീസുകാർക്കെതിരെ ബോംബെറിഞ്ഞ കൊടും ക്രിമിനലിനെ ന്യായീകരിക്കുകയാണ് DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി ഇരുന്നുകൊണ്ട് എന്ന് പറയുന്ന. അങ്ങനെ ഒരു നിലപാടാണ് ഇവരെടുക്കുന്നത്.
അങ്ങനെയാണ് ഇവർ പോകുന്നത്. ഇപ്പം കെ രമ, നമുക്ക് വിഷയം അവസാനിപ്പിക്കേണ്ട സമയം തോന്നുന്നു. ഈ കെ രമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റം നീചവും വൃത്തികെട്ടവുമായ രീതിയിലാണ് ഡിവൈഎഫ്ഐയുടെ ഈ വനിതാ സഖാവ് എന്നിട്ട് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഇത് നമ്മൾ അറിഞ്ഞത് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ അവർ എഴുതുന്ന ആളായത് കൊണ്ട് അറിഞ്ഞു. ഇങ്ങനെ എത്ര ആളുകൾ ആരെയൊക്കെ അപമാനിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. അവരൊന്നും വലിയ പ്രാധാന്യമില്ല. എന്താണ് യൂണിറ്റ് സെക്രട്ടറിയോ അല്ലെങ്കിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറോ അല്ലെങ്കിൽ യൂണിറ്റ് സെക്രട്ടറിയോ ലോക്കൽ സെക്രട്ടറിയോ എന്തിന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പോലും പോസ്റ്റ് ഇട്ടാലൊന്നും വലിയ ആളുകൾ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം അതൊന്നും അവരെയൊന്നും വലിയ രീതിയിൽ നമ്മൾ ഗൗനിക്കാറില്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഗൗനിക്കാറില്ല. പക്ഷെ ഇവർ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ആളായതുകൊണ്ടാണ് നമ്മളിത് ശ്രദ്ധയിൽ എല്ലാ വിഷയങ്ങളും പ്രതികരിക്കുന്ന ആളാണ് തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാണ് ഇത് വന്നത്. ഇതേപോലെ തന്നെ എത്രയോ സൈബർ സഖാക്കൾ, ഒന്നും ആരും അറിയാത്ത സൈബർ സഖാക്കൾ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ എഴുതി വിട്ടുകൊണ്ടാണ്. അപ്പൊ കെ രമയ്ക്കെതിരെ ഇത് വരുന്നു, ആളുകൾക്കെതിരെ എഴുതുന്നു. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കേണ്ടത് ആരാണ്? കോടതി. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ, സ്ത്രീകളെ ചേർത്ത് വെച്ച് ഇവർ കഥവനിയാണ്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ആ നിലയ്ക്ക് പിന്നെ എന്താണ്, ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം ഭരിക്കുന്നത് CPM ആണ്, അറസ്റ്റ് ചെയ്യേണ്ടത് ആരാണ്? അത് CPM ആണ്. കോൺഗ്രസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും നല്ല വശങ്ങൾ ചെയ്തു കഴിഞ്ഞു. കാരണം ഇത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, അയാളെ സംരക്ഷിക്കുന്നില്ല, അയാൾക്ക് ഒരു സഹായവും കൊടുക്കുന്നില്ല. മാത്രവുമല്ല എന്താണ് ഇപ്പം ഏതെങ്കിലും ഇപ്പൊ CPM-ന്റെ കൂടെ അകത്താണെങ്കിൽ ഇപ്പം പത്മകുമാർ ഉണ്ട്, അതുപോലത്തെ ഒരുപാട് ആളുകളുണ്ട്. ഇവരെയൊക്കെ എന്തെങ്കിലും നടപടി എടുത്തോ? ഒരു ശബരിമല പോലത്തെ ഒരു സ്ഥലത്ത് ഇത്രയും വലിയ അയ്യപ്പനെ അടിച്ചോണ്ട് പോകാൻ നോക്കിയ ആളെ ഇപ്പോഴും CPM സംരക്ഷിച്ചോണ്ടിരിക്കുക. എന്നിട്ടാണ് ഇവന്മാരാണ് വന്നിട്ട് ന്യായം പഠിപ്പിക്കുന്നത്. ഗോവിന്ദ മാഷ് പറഞ്ഞത് കോടതി വിധി വരട്ടേണോ, അതെ, എന്നിട്ട് നടപടി എടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്നത്. അപ്പൊ കെ രമ ഉൾപ്പെടെയുള്ള ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ തേജോവധം ചെയ്യുന്നത് CPM-ന് വളരെ ശക്തമായ തിരിച്ചടിയായിരിക്കും വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ഈ ഇലക്ഷനൊക്കെ അടുത്ത സമയമാണ്, കിട്ടാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.